ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിനവോദയ. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു കുതിരയുടെ ചിത്രമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പോകുന്നത് അതിൻ്റെ ബോഡിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ബോഡി വരയ്ക്കാനായിട്ട് അതായത് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഹെഡ് നമുക്ക് വരയ്ക്കണം. ഹെഡ് വരയ്ക്കാനായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നെക്കാണ് വരയ്ക്കുന്നത്. നെക്ക് വരയ്ക്കാനായിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് ഇനി അടുത്തത് അതിൻ്റെ ലെഗാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കാല് വരയ്ക്കാനായിട്ട് ആദ്യം ചെറിയൊരു സ്പെറിക്കൽ ഷേപ്പ് ഇതുപോലൊന്ന് വരയ്ക്കുന്നു. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സർക്കിൾ വരച്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള ലെഗ് വരയ്ക്കാനായിട്ട് ഇതുപോലെ 2 ലൈൻസ് വരച്ച് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. 2 ലൈൻസ് വരച്ച് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ അടുത്ത ലെഗ് വരയ്ക്കാനായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് അതിൻ്റെ ടെയിലാണ് വരയ്ക്കേണ്ടത്. ടെയിൽ വരയ്ക്കാനായിട്ട് ആ ഒരു ഷേപ്പ്, ആ ഒരു പിക്ചറിൽ കാണുന്ന ഷേപ്പിന് പോലെ ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് മാർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടെയിലും വരച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് വരയ്ക്കേണ്ടത് ഫ്രണ്ട് ലെഗാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലെഗ് വരയ്ക്കാനായിട്ട് വരച്ച സർക്കിളിൻ്റെ നേരെ ഇതുപോലെ ലൈൻസ് വരച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത ശേഷം അതിൻ്റെ അടുത്ത ലെഗ്, അടുത്ത ലെഗ് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇതേ കണക്കാണ് നമ്മൾ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. ഇനി അടുത്തതിന് ശേഷം ഇതിനൊന്ന് ഡീറ്റെയിലും ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം റെഫറൻസ് പിക്ചർ നോക്കി വേണം വരയ്ക്കാനായിട്ട്. നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിൻ്റ് ഔട്ടിനകത്ത് ഇതുപോലെ ലൈൻസൊക്കെ ഒന്ന് വരച്ച് നോക്കിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വർക്കിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഹെഡിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഹെഡ് വരച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹെഡും വരച്ചു, അതിൻ്റെ നെക്കും വരച്ചു, അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് വരച്ച് ഒന്ന് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഡീറ്റെയിലും ചെയ്യാം. അടുത്ത എൻ്റെ ബാക്കിലെ രണ്ടാമത്തെ ലെഗും കൂടി നമുക്കൊന്ന് വരയ്ക്കാം.
അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം വരച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചൊന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇനി ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കുതിരയുടെ ചിത്രം ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻസ് വരയ്ക്കാൻ. അഥവാ ഒരുപാട് ഡാർക്കാക്കി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻസ് വരച്ചെടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഞാൻ ഒരുപാട് ഡീറ്റെയിലിംഗ് വീഡിയോസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാക്സിമം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. എങ്ങനെ എളുപ്പത്തിൽ ഔട്ട്ലൈൻ വരയ്ക്കാമെന്ന് മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിന്നീട് ഒരു തവണ എപ്പോഴെങ്കിലും വരയ്ക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനൊക്കെ പോകുമ്പം ഇത്തരത്തിലുള്ള പടങ്ങൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, നമുക്ക് റെഫറൻസ് പിക്ചർ ഇല്ലാതെ തന്നെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഏത് പിക്ചേഴ്സ് കണ്ടാലും ആ പിക്ചറിനകത്ത് ഏതൊക്കെ ഷേപ്പുകളുണ്ട് എന്ന് നോക്കി ആ ഷേപ്പുകൾ ചേർത്ത് വെച്ച് നിങ്ങൾ അതൊരു ഡീറ്റെയിലിംഗ് വർക്കാക്കി മാറ്റുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് വരയ്ക്കുക. കണ്ടിന്യൂസ് വരച്ച് പ്രാക്ടീസ് ആകുമ്പോഴേക്കും നിങ്ങളുടെ വർക്ക് നല്ല പക്കയാവും. കുതിരയുടെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം 3-4 തവണ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിലും തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ. ബൈ.